തിരുവമല കീഴടക്കിയ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഞങ്ങൾക്ക് യൂണിഫോമിൽ. ഞാൻ ക്യാമ്പ് ആക്ച്വലി വേണമെങ്കിൽ സെക്കൻഡ് ടൈമാണെന്ന് പറയാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഓൺലൈൻ ഒരു 1 month കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ ഡയറ്റെല്ലാം ഫോളോ ചെയ്ത് ഒരു മേ ബി ഒരു 6 months or 1 year ഡൗൺ ദ ലൈൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഡിഫറൻസ് എൻ്റെ ബോഡിയിൽ നന്നായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നോട് പലരും എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വാട്ട് ഈസ് ദ ചേഞ്ച് എന്നുള്ളത് ചോദിച്ചു തുടങ്ങി എൻ്റെ അടുത്ത്. ആ രീതിയിലേക്ക് എൻ്റെ ഡയറ്റ് കൊണ്ട് എൻ്റെ ബോഡി, എൻ്റെ സ്കിൻ എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി. ലൈക്ക് ആൾക്കാരെന്നെ എൻ്റെ അടുത്ത് വളരെ പോസിറ്റീവായിട്ട് എന്താ ചേഞ്ച് ചെയ്തേക്കണേ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. അത് പ്രോബ്ലി ഒരു പ്രൊഫഷണൽ പേഴ്സണൽ നമ്മൾ പല കാര്യങ്ങളുടെ ചേഞ്ചിൽ ഓരോ പീരീഡ് ഓഫ് ടൈം അതിൽ കുറേ സാർ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷെ കുറച്ച് അതിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സിൻ്റെ എഫക്ട്സ് എൻ്റെ ബോഡിയിൽ രണ്ടാമത് വന്ന് തുടങ്ങിയിട്ടുണ്ടായി. ഞാൻ പൊതുവെ കുറേ ഒരു ഓൾമോസ്റ്റ് എ ഇയർ ഡൗൺ ഞാൻ കംപ്ലീറ്റ് നീരാണ് എൻ്റെ എല്ലാ ജോയിൻസിലും എപ്പോഴും നീര് ഫീൽ ചെയ്യണ ഒരു ഇതുണ്ട്. പക്ഷെ ലാസ്റ്റ് ഈ 2-3 ദിവസത്തെ ഫ്രൂട്ട് ഡയറ്റിൽ എനിക്ക് ഇന്നലെ തൊട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് എൻ്റെ കാലും കൈ കുറേ കൂടി ലൈറ്ററായി. ആ നീരിൻ്റെ ഫാക്ടർ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. പ്രോബ്ലി ഫാക്ടർ ഓഫ് റെസ്റ്റ്, ഫാക്ടർ ഓഫ് ഡയറ്റ് ചേഞ്ച് എല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് ആയിരിക്കും. പക്ഷെ ആ പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കുറച്ച് നാൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് തന്നെ നേരത്തെ ലൈക്ക് ഐ ഹവ് ഡൺ ഇറ്റ് വൺസ്, റിയലൈസ് ദി പോസിറ്റിവിറ്റീസ്, കുറച്ച് വെള്ളം ചേർത്തു. ബട്ട് ദെൻ ഇനി രണ്ടാമതൊന്നും കൂടി നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓവറോൾ ഇറ്റ് വാസ് എ ഞാൻ തിരുവനന്തപുരത്താണ് വരുന്നത്. പിന്നെ എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ എക്സർസൈസ്, ഫുഡിൻ്റെ രീതികൾ അതൊന്നും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് നോളജ് കിട്ടി. ഫസ്റ്റ് കൂട്ടായ്മ, രണ്ടാമത് പിന്നെ ഫുഡിൻ്റെ രീതികൾ തന്നെയാണ്. നല്ലൊരു ഡയറ്റാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസിലൂടെയും പറഞ്ഞു തന്നത്. എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് ഫുഡ് തന്നതും പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതും അത് എനിക്ക് വലുതായിട്ട് പ്രയോജനപ്പെട്ടു. ഫുഡ് എങ്ങനെ കഴിക്കണം, വെയിറ്റ് എങ്ങനെ കുറയ്ക്കണം, നമ്മുടെ അസുഖം എങ്ങനെ മാറ്റിയെടുക്കാം, ഫുഡിലൂടെ ഡയറ്റിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു നല്ലൊരു അവബോധം ഈ ക്യാമ്പിലൂടെ എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പിന്നെ കൂടാതെ എക്സർസൈസ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെ, മസിലുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ അസുഖം ഇല്ലാതെ, ശരീരവേദനയില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ള പല എക്സർസൈസും, കഴുത്ത് വേദന, പെടലി വേദന, മുതുക് വേദന, കാല് വേദന, കാൽമുട്ട് വേദന, ഇതിനെക്കുറിച്ചുള്ള ഡിഫറെൻ്റ് തരത്തിലുള്ള എക്സർസൈസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് വീഡിയോയിലൂടെ ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നു. വീട്ടിൽ പോയി ഞങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമൊന്നാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പോയോ അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോയോ പിന്നെ ഒന്ന് മറ്റു രാജ്യങ്ങൾ ചുറ്റാൻ പോയിട്ട് വരുമ്പോഴോ നമുക്ക് ഇതുപോലെയുള്ള നോളജ് കിട്ടത്തില്ല, അറിവ് കിട്ടത്തില്ല. പക്ഷേ ഈ ഇത്രയും ദിവസത്തെ ഒരു ചുരുങ്ങിയ ദിവസത്തെ ക്യാമ്പിലൂടെ ഒരുപാട് നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അസുഖമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത്, അസുഖമില്ലാതെ എങ്ങനെ ഫുഡ് കഴിക്കാം, എക്സർസൈസ്, പിന്നെ ഒരു കൂട്ടായ്മ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചൊരു ക്ലാസ് മുറിയിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ, അത് ശരിക്കും നമുക്ക് മനസ്സിനെ തന്നെ ഒരു ഫീൽ ചെയ്യിക്കുന്നു. പിന്നെ കൂടാതെ ട്രക്കിംഗ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഞാൻ 63 years ആണ്, പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു ഉയരത്തിൽ ട്രക്കിംഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഉയരത്തിൽ എനിക്ക് ചവിട്ടി കയറാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റി. അത് നല്ലൊരു ആശ്വാസം കിട്ടി. ജീവിതത്തിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നമുക്ക് കാര്യമൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിലും റെസ്റ്റ് എടുത്തുള്ള ട്രക്കിംഗ് ശരിക്കും പ്രയോജനപ്പെട്ടു. പിന്നെ അങ്ങനെ ഏതായാലും ക്യാമ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ പ്രയോജനപ്രദമായ ഒരു ക്യാമ്പാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവരും
ഇത് വന്നൊന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു 3-4 ഡേയ്സിലെ ക്യാമ്പേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? അസുഖമില്ലാതെ, നമ്മൾ മരിക്കുന്നവരെ അസുഖമില്ലാതെ സന്തോഷപൂർണ്ണമായി നമ്മുടെ മാനസിക ഉല്ലാസത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ തിന്നുക, കുടിക്കുക, ഒന്ന് കറങ്ങുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, വരിക ഉള്ളത് മാത്രമല്ല. നമ്മൾ അസുഖമില്ലാതെ നമ്മുടെ ശരീരം എങ്ങനെ സൂക്ഷിക്കാം, എങ്ങനെ ഫുഡ് കഴിക്കാം, എങ്ങനെ മാനസിക സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. നമുക്ക് കോച്ചിങ് തരുന്ന സാറന്മാർ ശരിക്കും നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയറാക്കി ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സുമാണ്. പിന്നെ വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ്. പിന്നെ ക്യാമ്പാണ്. എല്ലാവർക്കും, എല്ലാ സാറന്മാർക്കും, ഈ ക്യാമ്പ് നടത്തിയ കോർഡിനേറ്റേഴ്സിനും എൻ്റെ വിനീതമായ ഒപ്പുകൈ. സനുവുമായിട്ട് ബന്ധപ്പെട്ട 1-2 ഗ്രൂപ്പുകൾ ഞാൻ നേരത്തെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി, ഇതിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ വാലിനുമ്പൊക്കെ ആണെങ്കിലും. പക്ഷെ പ്രാക്ടിക്കലി കുറേയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് വിജയിച്ചിട്ടില്ല പലതും. പക്ഷെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മനസ്സിലായതുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് വേയിൽ സനു ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്, എങ്ങനെ ചെയ്യണം. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അത്യാവശ്യം കിട്ടിയത് ഇപ്പോഴാണ്. അതുകൂടാതെ അത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ശരിക്കും ഈ ക്ലാസ്സിൽ വന്നുകൊണ്ടാണ് കിട്ടിയത്. അത് ഈവൻ ഓൺലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ പോലും അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ നാച്ചുറലി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കുറച്ച് ഡ്രൈ ആണ്. അത് ഈ ട്രക്കിങ്ങും ഇതുപോലുള്ള ക്യാമ്പ് ഫയർ അതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ നാച്ചുറലി അതിലൊരു കുറച്ച് സ്പൈസി ആവും. അത് കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്യാനും ഇതുപോലെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ വരുമ്പോൾ അത് ആ എൻവയറമെന്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അത് പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്തൂസിയാസത്തിൽ തന്നെയാണ് ഇപ്പം ഞാനുള്ളത്. എന്തായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു 1-2 അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ഇത് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി വീണ്ടും വരണം എന്ന് തന്നെയാണ് ആഗ്രഹം, വിത്ത് ഫാമിലി. ഞാൻ തൊഴിൽപരമായിട്ട് കറക്റ്റ് പങ്ക്ച്വലാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫുഡ്, ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ഒരു ക്രമവും എനിക്ക് അതിനകത്തില്ല. അത് ആ കൃത്യസമയത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നപ്പോൾ ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ യൂറിക് ആസിഡിനും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 3 ദിവസം കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അതെ, 3 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് മാത്രമല്ല, വേറെ ഒത്തിരി എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് കൃത്യമായിട്ട് ഈ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. കുട്ടികളെ പ്രത്യേകിച്ച് അവർ ചെറുതിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് പിന്നോക്ക ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകണമെങ്കിൽ ഈ ഡയറ്റുകൾ വളരെ ഉപകാരം ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും, പിന്നെ ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് പോയതും അതിനേക്കാൾ ഏറെ നമ്മളെ ഹെൽത്ത് ട്രെയിനിങ് തന്ന എക്സസൈസ് ഭയങ്കര കറക്റ്റായിട്ട്, അതായത് അതൊന്നും ഹെവി എക്സസൈസ് അല്ല, പക്ഷെ ഒരാൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന കാര്യമാണ്. വെരി ഗുഡ്, നല്ലത്. പിന്നെ ഈ ഡയറ്റ് വളരെ കൃത്യമായിട്ട് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറെന്ത് പറയാം, പിന്നെ ഈ പറഞ്ഞ കുറെ പുതിയ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതിലാണ്. കാരണം ഇങ്ങനെ കുറെ പുതിയ ബന്ധുക്കളെ കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ സ്ഥാപനം ഇനിയും വളരെ വലുതാകട്ടെ. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മനുഷ്യർ ഹെൽത്ത് കോൺഷ്യസ് അല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകാനും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നല്ലതാണ്. ഇതിനെപ്പറ്റിയുള്ള നല്ല മെസ്സേജുകൾ ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നെ അറിയുന്ന ഗ്രൂപ്പുകളെയൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രേ പറയാം. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു യു. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് എടുത്ത അധ്യാപകൻ, എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ആളുകൾ, പ്രിയപ്പെട്ടവർ, എൻ്റെ മക്കളെ സ്നേഹിച്ച ആളുകൾ. കാരണം ഞാൻ ഭാഗികമായിട്ടാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. ഭാര്യയെ പരിപൂർണമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഇതിൻ്റെ ഒരു തിരിച്ചറിവ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ഇവിടെ വന്നത്. വീട്ടിൽ എങ്ങനെ ഇതിൻ്റെ തുടർച്ച വെക്കേഷൻ സമയത്ത് എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കും വരുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഭാര്യയെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിച്ചത്. നിർബന്ധിതമായിട്ട് കൊണ്ടുവന്നതാണ്.
എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ മീറ്റിലൊക്കെ തന്നെ ചില സംസാരങ്ങളിൽ പിന്നെ ചില അഭിപ്രായങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന തിരിച്ചറിവ് ഈ ക്യാമ്പിൽ വന്നതിന് ശേഷം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗികമായി പങ്കെടുത്തുകൊണ്ട് ചിലത് കേൾക്കാൻ പറ്റാത്ത ചില പിന്നെ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചില പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്യാമ്പിൽ വന്നു, ഇനി ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു പക്ഷേ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയും ഒരു 1 ഡേ ഒരു ദിവസം ഇവിടെ താമസിക്കുക, 2 രാത്രിയും 1 പകലും ഇവിടെ താമസിച്ച് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ കുറെ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. എന്ത് തന്നെയായാലും നമുക്ക് ഒരു നല്ല ഒരു തിരിച്ചറിവ് ഈ ക്യാമ്പിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എല്ലാ ആളുകൾക്കും നന്മ നേരുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന സമയത്ത് ഞാൻ സ്ട്രെസ്സിലായിരുന്നു. കാരണം ഇവർക്കൊക്കെ സൗണ്ടൊക്കെ ബുദ്ധിമുട്ടാകുമെന്നുള്ളത്. പക്ഷെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും സഹകരിച്ചു. കുഞ്ഞുങ്ങളെ സൗണ്ടൊന്നും ഇവരത്ര സാറ് പറഞ്ഞിട്ടാണെങ്കിലും സൗണ്ട് കൂട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇവർ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ്സൊക്കെ മാറി പിറ്റേ ദിവസം മുതൽ. അഖിലേഷ് ചേട്ടനാണ് കുറച്ച് സമയമൊക്കെ നോക്കിയത്. കുഴപ്പമില്ല. അഖിലേഷ് ചേട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ അങ്ങനെ രാവിലെ കുറേ കഴിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. പക്ഷെ ഞാനാന്ന് വെച്ചാൽ എല്ലാം മിതമായ തോതിൽ അങ്ങനെ കഴിക്കുന്നു. അതിനെപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാന്നുള്ള രീതിയിലാണ് അഖിലേഷ് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദ്യം തന്നെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ മൂപ്പർക്ക് ഒരേ നിർബന്ധം. പക്ഷെ വന്ന മുതലുള്ള സമയം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു എങ്ങനെയായി 4 ദിവസം ഞാനിങ്ങനെ സ്പെൻഡ് ചെയ്യുക. പക്ഷെ സാറും പറഞ്ഞു 2 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ക്ലാസ് 2 മണിക്കൂർ എങ്ങനെ കേട്ട് തീർക്കുന്നുള്ളതൊക്കെ ചിന്തിച്ചു. പക്ഷെ സമയം പോയത് തീരെ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ പോയി സമയമൊക്കെ. ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല ആളുകളായിരുന്നു. കുളത്തിലായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളത്തിലൊക്കെ കളിക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ കുളത്തിലൊന്നും അങ്ങനെ അല്ല പുഴയിലൊന്നും പോകാത്തത്. അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല. ട്രെക്കിംഗ് ആണെങ്കിലും സൂപ്പറായിരുന്നു. എല്ലാം തന്നെ സൂപ്പർ. മക്കളാണെങ്കിലും അടിച്ചു പൊളിച്ചു. ആദ്യനെ കാണാൻ തന്നെ കിട്ടുന്നില്ല. മൊഴീൻ്റെ കൂടെയാണ് അധികം സമയം സ്പെൻഡ് ചെയ്തത്. എല്ലാം നല്ല. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, എനിക്ക് സ്റ്റേജ് ഫിയർ കൂടുതലുള്ളതാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊരു വലിയ പോയിൻ്റാണ്. ഞാൻ സാധാരണ പാട്ടൊന്നും പാടാറേ ഇല്ല. ഇന്നലെ പാടി. പൊതുവേ എല്ലാവരും ആര് പറഞ്ഞാലും ഞാനങ്ങനെ പാടാൻ നിൽക്കലില്ല. പക്ഷെ ഇന്നലെ പാടി. മക്കള് പാടുന്നുണ്ട്. ഇനി നല്ല നല്ല ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് സംസാരിക്കണം കേട്ടോ. അത് കുറച്ചു കാലം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. വളരെ കുറച്ച് കാലം പോയി തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചും കൂടെ എങ്ങനെയൊക്കെ പറയാനൊക്കെ പറ്റും. നിങ്ങൾ നേഴ്സായില്ലേ, അപ്പൊ ഇനി പേഷ്യൻസിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ശരിയാവും. ഇല്ലെങ്കിൽ ഞാൻ ജോലി കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഞാനിങ്ങനെ പറയാൻ നിൽക്കൂല. ഞാൻ എങ്ങനെങ്കിലും മുങ്ങിക്കളയും. ഇതിപ്പോ ഞാൻ മുങ്ങാൻ നോക്കി അഖിലേഷ് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഒക്കെ എന്തായാലും നല്ലതായിരുന്നു. എല്ലാവരും മെസ്സിലാണെങ്കിലും ഫുഡൊക്കെ നല്ലതായിരുന്നു. അവരും നല്ല എല്ലാം നല്ലതാണ്. പ്രകൃതിയാണെങ്കിലും എല്ലാം. പൊതുവെ ചൂടുള്ള ഏരിയയിൽ നിന്ന് വരികയാണ്. പക്ഷെങ്കിൽ ഇവിടെ നല്ല തണുപ്പൊക്കെ കിട്ടി. ഓക്കെയാണ്. എല്ലാം മഴയും കണ്ടു. സൂപ്പർ. സനു സാറ്, ഞാൻ ഈ ഒരു ക്യാമ്പിലേക്ക് വരാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൊബൈൽ ഗ്രൂപ്പിൽ കുറച്ച് വർഷമായി, 2 വർഷത്തെ ഏറെയായി ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ മാസ്റ്ററോട് പറഞ്ഞു നമുക്ക് പോകണം, എന്തായാലും 3-4 ദിവസം ഒരു മാറ്റം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം 5-8 വർഷത്തോളം ഞാൻ ഒരു പ്രധാന അധ്യാപികയായിരുന്നു. അതിൻ്റെ സ്ട്രെസ്സൊക്കെ അനുഭവിച്ച ആളാണ്. ഒപ്പം വീട്ടിൽ നമുക്ക് കുറേ ഏറെ സ്ട്രെസ്സെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത കാലത്ത് ചെറിയ BP ഒക്കെ കൂടി. അതിന് ശേഷം അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നല്ല BP ഉണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഒരു 100 160 ഒക്കെ ഉണ്ടായി. അപ്പോൾ മെഡിസിൻസൊക്കെ മാറ്റിയാണ് ഞാനിവിടെ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യം
അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രകൃതി ആയിക്കോട്ടെ, ഇവിടെയുള്ള പിന്നെ ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ ഇപ്പോൾ ഉള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ഒരു കോർഡിനേഷനിലൂടെ പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേവലം ക്ലാസ് എന്നത് ഒരു അറിവ് നമുക്ക് തരിക എന്നതിനപ്പുറം ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഇവിടുന്ന് ചെയ്തത്. സനു സാറ് വളരെ ക്ഷമയോടെ, ഇത്രയേറെ സാധനശക്തി ക്ഷമയും തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യമാണ് സാറിൻ്റെ. അപ്പം മറ്റൊന്ന് പിന്നെ അതേപോലെ തന്നെ വ്യായാമം ക്ലാസ് സാറ് എടുക്കുമ്പോഴും അവിടെയും നമുക്ക് ഓരോ വ്യായാമം ചെയ്യുമ്പോഴും അത് നമ്മുടെ ശരീരത്തെ ഏത് തരത്തിലാണ് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത്, അത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതും അത് മനസ്സിലാക്കുന്നതും. അതും നല്ലൊരു അനുഭവമാണ്. ഒരിക്കലും നമ്മൾ എവിടെ പോയാലും ഏത് വ്യായാമ ക്ലാസ് പോയാലും ഈ രീതിയിൽ നമുക്ക് അനുഭവപ്പെടണമെന്നില്ല. അതേപോലെ നമ്മുടെ പാചകം, ഭക്ഷണം നമുക്ക് നല്ല ഹൃദ്യമായ എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കുന്നതിനും അതിൻ്റെ എല്ലാ ക്രമത്തിനും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആ പേരെനിക്ക് അറിയില്ല, മൂപ്പരുടെ പേരെന്താ? രജനീഷും അതുപോലെ അവളും നല്ല രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ആതിഥ്യ മര്യാദ നല്ല രീതിയിലാണ്. ഏതായാലും ഈ ഭൂപ്രകൃതിയെ അറിയാനും ഈ നല്ലൊരു ക്ലാസ്സും അതോടൊപ്പം തന്നെ ട്രെക്കിങ്ങും സ്വിമ്മിങ്ങും 10-20 വർഷം മുന്നേ ഞാൻ ഒരു വെള്ളത്തിലിറങ്ങിയതാണ്. അതിനുശേഷം മറന്നുപോയുള്ള നീന്തലൊക്കെ അനുഭവപ്പെടാൻ നീന്തൽ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ബോധ്യപ്പെട്ടത് ഇന്നലെയാണ്. ഏതായാലും എല്ലാറ്റിനും വളരെയേറെ നന്ദി. ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി തുടർന്ന് പോകാനൊക്കെ ആഗ്രഹമുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് റസൽ സവർമതി. ഞാൻ തിരുവനന്തപുരത്താണ് വരുന്നത്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് UPS അധ്യാപകനാണ്. ഞാൻ ഈ ക്യാമ്പിൽ മുമ്പ് വരാൻ വേണ്ടി ആഗ്രഹിച്ചതായിരുന്നു, പക്ഷേ വന്നില്ല. ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാമെന്ന ചിന്തയോടുകൂടിയാണ് വളർത്തിയത്. ഞാനിവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ 20 വൈകുന്നേരം 20 ഇൻസുലിൻ എടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, എന്തായാലും ഇൻസുലിൻ എടുക്കാതിരിക്കാം. പക്ഷേ ഇതുവരെ ഇൻസുലിൻ എടുത്തിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇനി നാളെ ഞാൻ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അറിയാം. എങ്കിലും ഇവിടുത്തെ ഭക്ഷണക്രമവും മറ്റുമെല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുപോലെ ട്രക്കിങ്ങും പ്രകൃതിയോടുള്ള താമസവും. ഒരുപക്ഷെ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 3 ദിവസം നിങ്ങളവിടെ വന്ന് വരിക. കാരണം കാണേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ കുറേ മാറ്റങ്ങൾ, നമ്മുടെ ശരീരം എന്താണെന്നും നമ്മുടെ ഭക്ഷണക്രമം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പിന്നെ ഇതിൽ വേണ്ടി ഈ ക്യാമ്പിൽ ഇനി വേണ്ടി വരുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മുടെ ഷുഗർ വേരിയേഷൻ എടുക്കുന്നതിനും നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുന്നതിനും ഒരു രീതി കൂടെ ഇവിടെ വേണം. കാരണം വെച്ചാൽ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളുണ്ട്, പ്രകൃതിപരമായി ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ട്രക്കിങ്ങും നമ്മുടെ ഈ പറയുന്ന പലപ്പോഴും കുളത്തിൽ കുളിക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ഈ നീന്തി മരിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ മരിക്കുന്ന ചിന്തയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പോകുമ്പോൾ അങ്ങനെയൊന്നും ഒരു സാധ്യതയില്ല, വളരെ സേഫാണ്. എന്തായാലും ഇതുപോലുള്ള മനോഹരമായ ഈ ക്യാമ്പ് നടത്തുന്ന സനൂവിന് അതോടൊപ്പം തന്നെ നമ്മുടെ പുകയൂണി ക്യാമ്പിലെ എല്ലാ പ്രവർത്തകരും ഇനിയും ഈ ക്യാമ്പ് നന്നാവട്ടെ. ഇനിയും ഒരുപാട് വരട്ടെ. ഒരുപാട് ഇത് കേരളം മുഴുവൻ ഇത് അറിയപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇനിയും വരും, എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ വരും. എന്തായാലും എൻ്റെ ആരോഗ്യമൊക്കെ ഭേദമായി വീണ്ടും ഒരിക്കൽ കൂടാതെ നന്ദി, നമസ്കാരം. എന്തായാലും ഇനിയും ഇതിൻ്റെ കൂടെ ക്ലാസ്സുകൾ വരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ ക്യാമ്പിലേക്ക് വരുന്നത് എൻ്റെ സുഹൃത്ത് ശുഭാംഗ കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫാമിലിയായിട്ടാണ് വന്നത്. എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു എന്തായാലും നടക്കാൻ പോകുന്നുള്ളത്. ഇവിടെ വന്ന ഫസ്റ്റ് കയറുമ്പോഴും എനിക്ക് ഇത്രത്തോളം ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നല്ലൊരു സുഖം നമ്മൾ ഈ 2-3 ദിവസം കഴിഞ്ഞവിടെ നിൽക്കുമ്പോൾ പിന്നെ എത്രയോ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ സാധാരണ ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഏറെക്കുറെ മാറി എന്നാണ് സത്യം. ഇനി ഒരു പുതിയ ജീവിത രീതി തുടരാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഈ 2-3 ദിവസം ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുമ്പോൾ ഉണ്ടായെങ്കിലും ഒരു നല്ല സുഖമുണ്ട്. ഞാനൊന്ന് വൈഫായിട്ട് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ബോഡിക്ക് മൊത്തം നമുക്കൊരു നല്ല ഒരു സുഖം അനുഭവപ്പെടുന്നൊരു ഫീലാണുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, ഒരുപാട് ആളുകൾ, നമ്മൾ ഒരു വീട് എന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റി എന്നൊരു സന്തോഷമുണ്ട്. ഇന്നലത്തെ ട്രക്കിംഗ് ഒക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മെൻ്റൽ അത്രയും സന്തോഷം നമുക്ക് നൽകുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സനുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. പ്രത്യേകിച്ച് ഈ ഫീൽഡുമായി ചോദിക്കുന്നു. ഞാനത് സെക്കൻഡ് ഞാൻ വൈഫിൻ്റെ സംസാരിച്ചു. നമ്മൾ ഏത് അസുഖത്തിനെക്കുറിച്ചും ഏത് കാര്യത്തിനെക്കുറിച്ചും എന്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ മേഖലയിൽ ഒരു എൻസൈക്ലോപീഡിയ എന്ന രീതിയിൽ ആണ് തന്നെ ഞാൻ കാണുന്നത്. ഇപ്പം എന്താ പറയുക, നമ്മുടെ ശുഭാങ് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ എത്തിക്കഴിയുമ്പോൾ വെറുതെ പൊക്കി പറയുന്നതല്ല, നമ്മൾ വെറുതെ ഒരു ക്യാമ്പ് കഴിയുമ്പം പറയുന്ന ഒരു പുകഴ്ത്തി പറയുന്നതല്ല, ഇത് എൻ്റെ ഉള്ളിൽ ഫീലാണ് ഞാൻ പറയുന്നത്. 1 വർഷത്തിൽ കൂടുതലായിരുന്നു ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട്. ഇതിൽ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ
ഒരു ഇങ്ങനെ ഇതിൽ കാണിച്ച ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് മാറണം എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റം മുമ്പേ വരുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതെനിക്ക് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ശരീരം എന്താണ്, ശരീരത്തിൻ്റെ പ്രവർത്തനം എന്താണ്, അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. 4 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിച്ച 4 ദിവസമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും തുടർന്ന് കൊണ്ടുപോകും. അതിനുള്ള എല്ലാ മാഷും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു അനുഭവം തന്നതിന് സാറിനും പിന്നെ നമ്മളോട് കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ ക്യാമ്പിലെത്തിയിട്ടുള്ളത്. വന്നപ്പോഴാണ് ഇതിലേക്ക് കൂടുതൽ അടുത്തപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം. അത് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എക്സസൈസിൻ്റെ കാര്യത്തിലൊക്കെ അത്ര റെഗുലറായിട്ട് ചെയ്യുന്ന ആളൊന്നുമായിരുന്നു. കുറച്ച് കാലം കുറച്ച് നടക്കും, പിന്നെ അവിടെ നിന്ന് പോകും. എന്തെങ്കിലും മഴ, അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ. അപ്പോൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. പിന്നെ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത് വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു വളരെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടി പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ട്രെയിനറായിട്ടുള്ള സനു സാർ, എനിക്ക് തോന്നുന്നു ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്റ്റേജിലെത്തിയ ആളാണ് അദ്ദേഹം. ഈ രംഗത്തുണ്ടായിരിക്കുന്ന പുതിയ റിസർച്ചുകൾ അതൊക്കെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി കണ്ടെത്തുന്നു, അതോടെ അവലോകനം ചെയ്യുന്നു, നമുക്ക് പകർന്നു തരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് വളരെ അനിവാര്യമാണ് എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ ഈ ലോകം എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ, നമ്മുടെ ജീവിത രീതികളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന നാടൻ ഭക്ഷണ രീതികളൊക്കെ മാറി, ലൈഫ് സ്റ്റൈലൊക്കെ വളരെ മാറ്റം വന്നൊരവസ്ഥയിൽ ഇത്തരം ക്യാമ്പുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തണം. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ വന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തപോലെ തന്നെ മനോജ് പറഞ്ഞുകൊണ്ടാണ് വന്നത്. മനോജ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അറിയുന്നതും ഇവിടെ വരാനൊക്കെ കാരണം. പക്ഷെ മനോജ് കേട്ട കാര്യങ്ങളും വന്നതിന് ശേഷം ഇവിടെ അനുഭവിച്ച കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട് മനോജ്. പക്ഷെ എല്ലാം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഓൾമോസ്റ്റ് എവരിത്തിങ്. കാരണം വെച്ചാൽ എനിക്ക് കുറേയൊക്കെ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ പോലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മളുടെ ഈ എന്താണ് എക്സസൈസ് ട്രെയിനിങ് വെരി വെരി യൂസ്ഫുൾ. ഞാൻ എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റുണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. പിന്നെ ഡയറ്റ് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ കുറേയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 50% ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഐ എം ഷുവർ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നൊരു 3 hours ക്ലാസ്, അത് തന്നെ കുറച്ചൊരു ബ്രേക്ക്, അപ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. അതേസമയത്ത് ഇന്നത്തെ ക്ലാസ് ശരിക്കും നന്നായിരുന്നു. എന്നുവെച്ചാൽ അത് കുറച്ചും കൂടെ കൺസൈസ് ആയിരുന്നു. അപ്പം മോർ ടു ദ പോയിന്റ്. ആ ചില്ലറ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഡ്യൂറേഷൻ അതൊരു പ്രോബ്ലമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ 7 ദിവസം. അപ്പോൾ അത് ഒക്കെ ഈക്വലി സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ചില്ലറ പ്രശ്നങ്ങൾ പറയാനുണ്ട്. ബട്ട് ഓവറോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ എക്സ്പെക്റ്റേഷനും ഇപ്പം I think it's like really good. I'm really happy that I came here. I'll recommend my brother, mother and all my friends to come here, and I'm sure it will be great experience for them as well. ഒരു പുതിയ അനുഭവമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫുഡിൽ ഇത്രയും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ തെറ്റായ ഡയറ്റിങ്
അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഏകദേശം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് കുറച്ച് ദിവസം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി വിശദമാവുമായിരുന്നു. ഏതായാലും പിന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ട്രക്കിങ്ങും കുളിയും അതൊക്കെ സ്വാഭാവികമായിട്ടും നല്ല രസകരമായ അനുഭവങ്ങൾ തന്നെ. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇങ്ങനെയുള്ള മൊത്തത്തിൽ ക്യാമ്പ് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ഓൾറെഡി സംഭവം ചെയ്തു കഴിഞ്ഞതാണ്. ഭർത്താവ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഭർത്താവ് വഴിയാണ് അറിയില്ലായിരുന്നു എന്തൊക്കെയാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എക്സാക്ട്ലി എന്താണെന്ന് ഈ ഫുഡിൻ്റെ കാര്യത്തിലും എക്സസൈസിൻ്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് എത്രമാത്രം ഒരു ഇൻകംപ്ലീറ്റ് ആയിരുന്നു എൻ്റെ നോളജ്. അതെല്ലാം ഇവിടെ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ട ഒരു 2-3 ദിവസങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വളരെ നന്ദി. ഞാനിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കും. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ഒരു നാച്ചുറൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും അനുഭവിക്കാനൊക്കെ പറ്റി. അതിന് നിങ്ങളോട് താങ്ക്സ് പറയുന്നു. എല്ലാവരും സഹായിച്ച എല്ലാവരോടും മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് വളരെ ഉപകാരപ്രദമായി. കാരണം എന്താ വെച്ചാൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ടായിരുന്നു ഇതൊക്കെ നല്ലതല്ല എന്നൊക്കെ. പക്ഷെ ഞാനും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്യാമ്പിൽ വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ ഞാനും ഈ ക്യാമ്പിലെ പോലെ തന്നെ ഫുഡൊക്കെ ഫോളോ ചെയ്യാൻ ഞാനും ആദ്യം തന്നെ ചെയ്യലുണ്ടായിരുന്നു. ഇതൊന്നും കൂടെ ഉറപ്പിക്കാൻ ഈ ക്യാമ്പിലൂടെ പറ്റി. അപ്പോൾ പിന്നെ ഇതിൽ ഈ ട്രെക്കിങ് വളരെ ഒരു ഉപകാരപ്രദമായി. കാരണം എനിക്ക് ഇങ്ങനെ മല കയറാനൊന്നും കഴിയൂലെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് പോയി. എൻ്റെ കാലിനൊന്നും ഒരു പ്രശ്നമില്ലാതായി മാറി. പിന്നെ ഞാൻ വിചാരിച്ച് കാല് വേദന ഉണ്ടാവും എന്നൊക്കെയായിരുന്നു. അതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ പച്ചവെള്ളം കുടിച്ചാൽ എനിക്ക് അസുഖം വരുന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഞാൻ ഈ ക്യാമ്പിൽ പിന്നെ കുറച്ച് മാത്രമേ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ ചേച്ചിയോട് തിളപ്പിച്ച് ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ മുന്നൊക്കെ പച്ചവെള്ളം തന്നെ കുടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാൻ കഴിയാൻ ഈ ക്യാമ്പിലൂടെ എനിക്ക് കഴിഞ്ഞു. എൻ്റെ പേര് സലീം. ഞാൻ കുടുംബസമേതമാണ് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോലെ ചിന്താഗതിക്ക് ഒരു പിൻഫലം കിട്ടുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ആയിരുന്നത്. അത് അങ്ങനെ നേരത്തെ ടീച്ചർ പറഞ്ഞ മാതിരി എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ സനു സാറിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അതേമാതിരി ഈ ക്യാമ്പിലുള്ള കൂട്ടായ്മകൾ പല വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുള്ള കൂട്ടായ്മ അങ്ങനെയൊരു ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിൽ പരിചയമില്ലാത്ത കുറേ ആളുകൾ പരിചയപ്പെടാനും ആ പരിചയം പിന്നീടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമുക്കൊരു പ്രചോദനമാവട്ടെ. എല്ലാവരും ക്ലാസ്സിനൊക്കെ നല്ല 2 ക്ലാസ്സും നമ്മുടെ എക്സസൈസ് ക്ലാസ് അതുപോലെ തന്നെ മറ്റുള്ള സനു സാറിൻ്റെ ക്ലാസ്സൊക്കെ ശരിക്കും നല്ല ഉപകാരപ്രദമായിട്ടുള്ള തന്നെയാണ്. അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയും. അല്ലെങ്കിൽ 4 ദിവസത്തെ ഈ ഒരു സഹവാസ ക്യാമ്പ് എന്ന് തന്നെ വിളിക്കട്ടെ ഞാനതിനെ. തീർച്ചയായിട്ടും അതിന് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉദിക്കുന്നില്ല. തീർച്ചയായിട്ടും പ്രയോജനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകും എന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത് ചെറുപ്പക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതി വേറെയാണ്. നമ്മളൊരു ജീവിതം പകുതിയിലധികം ജീവിച്ചു തീർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ളൊരു കൂടിച്ചേരലിൻ്റെ കൂട്ടായ്മയുടെ പോസിറ്റീവ് എനർജി വളരെ കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ശീലിച്ചു വന്നിരിക്കുന്ന രീതികളുമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും പൊരുത്തപ്പെടണം എന്നില്ല. കാരണം തീർച്ചയായിട്ടും ഒരു മോഡേൺ മെഡിസിൻ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ, അത് ഓരോരുത്തരുടെയും ധാരണയും വിശ്വാസവും ആണ്. അതിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ശീലിച്ചു വന്നിരിക്കുന്ന ചില ശീലങ്ങൾ, ചില ധാരണകൾ, അതിനെ തിരുത്തി കുറിക്കാൻ ഈ ക്യാമ്പ് വളരെ പ്രയോജനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രായത്തിലൊക്കെ ആകുമ്പോൾ
നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ സ്വസ്ഥമായി, ഇപ്പോൾ യോഗയാവട്ടെ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ എക്സസൈസ് ആവട്ടെ, അതൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ എത്രമാത്രം തീരുമാനിച്ചാലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഒരു 10% ആളുകൾക്ക് മാത്രമേ സാധിക്കൂ, ഒറ്റക്കാണ്. അതേസമയം നമ്മൾ ഇതുപോലെ ഒരുമിച്ച്, അതിന് പ്രത്യേകത നമ്മൾ ഇതിനു മുമ്പേ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. പക്ഷേ ചില ഇടത്തെത്തുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇവരെ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പരിചയം ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നുകയും ആ പരിചയം നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അത്തരമൊരു ഫീലിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ബാക്ക് ടു നേച്ചർ എന്നുള്ളതാണ് റൂസോവിൻ്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും മഹത്തായ സന്ദേശങ്ങളിലൊന്ന്, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നല്ല ജീവിതത്തിനും നല്ല മനുഷ്യനാവാനും ആ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖകരമായി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രയാസമില്ലാത്തൊരു സ്വയം തൃപ്തി, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വയം തൃപ്തി തോന്നുന്ന രീതിയിൽ നമുക്ക് ജീവിതത്തിന് പരിമിതികളുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരാൾ മുമ്പോട്ട് പോയിട്ടില്ല. പക്ഷെ അതിനെല്ലാം ഇടയിൽ ഇതുപോലുള്ള വീണ് കിട്ടുന്ന ചില നിമിഷങ്ങൾ, വലിയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും ചെറു നിമിഷങ്ങൾ മാത്രമാണ്. പക്ഷേ ഇതുപോലെ വീണ് കിട്ടുന്ന നിമിഷങ്ങളും കൂട്ടായ്മകളും തീർച്ചയായിട്ടും ജീവിതത്തെ ഇനി അങ്ങോട്ടും പ്രത്യാശാഭരിതമായി നോക്കിക്കാണാൻ, ഇനിയും യുദ്ധമൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാതങ്ങൾ സഞ്ചരിക്കാനുണ്ട് എന്നും, അങ്ങനെ ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതുപോലുള്ള സഹവർത്തിത്വവും ഇതുപോലുള്ള പരിചയപ്പെടലും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് സഹായകരമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ നേരത്തെ ഇന്നലെയോ മറ്റോ പറഞ്ഞു, അവർക്ക് നല്ല ധാരണയുണ്ട് എങ്ങനെ ഇതിനെ ആധുനിക ജീവിതത്തിനനുസരിച്ച് കൂടുതൽ മേഖലകളിലേക്ക്, വിശാലമായ ആകാശത്തേക്ക് പറക്കാൻ, കൂടുതൽ മേഖലകളിലേക്ക് ഈ പ്രവർത്തനത്തെ വികസിപ്പിക്കാനുള്ള ശ്രമവും സങ്കല്പവും ഇതിൻ്റെ സംഘാടകർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരിക്കൽ കൂടി ഈ സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിർത്തുന്നു. ഞാൻ 2022 ഒരു ഏപ്രിൽ മാസം ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് ഈ സനൂപ്ജീൻ്റെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ അത് ഞാൻ കേട്ട് നോക്കുമ്പോൾ ഈ സനൂപ്ജിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കണ്ടത്. അപ്പോൾ ആ കോൺഫിഡൻസ് കണ്ട് ഞാനിങ്ങനെ 1-2 പ്രാവശ്യം വിളിച്ചു. അങ്ങനെ ഞാനൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയി. അങ്ങനെ 2022 ഡിസംബറിൽ വൈഫിനെയും കുട്ടികളെ, എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ വന്നു. അങ്ങനെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തതിനിടക്ക് കുറച്ച് പണം ചേർക്കലുണ്ടായി. അപ്പോൾ അതൊന്നും കൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് മാത്രമല്ല, നമുക്കൊരു എൻജോയ്മെൻറ്റും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി തിരുനെറ്റിക്കല്ല് മല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ എനിക്ക് പുതിയൊരു അനുഭവം ഉണ്ടായി. ഈ തേവര് മല എന്ന് പറഞ്ഞ സ്ഥലം, അന്ന് പിന്നെ ഈ തേജസ്വിനി പുഴയിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അതും ഒരു പുതിയ അനുഭവമായി. അങ്ങനെ മൊത്തത്തിൽ പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ ഈ കോൺഫിഡൻറ്റ് എനിക്കും കൂടുതൽ കോൺഫിഡൻറ്റ് തരുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും ഒന്നും കൂടി വരണം തോന്നി. ഇനി പറ്റുകയാണെങ്കിൽ ഇനി ഒന്നും കൂടി കുട്ടികളുടെ മെച്ചൂരായ ഇനിയും വരാൻ സാധിക്കും. ഈ പ്രാവശ്യത്തെ കോഴ്സ് നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ മക്കളെ എല്ലാവരും കൂട്ടി അടുത്ത പ്രാവശ്യം വരാൻ കഴിയട്ടെ. പിന്നെ എന്താ, ട്രക്കിങ് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം, നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അങ്ങോട്ട് കയറുമ്പോൾ ജീപ്പിൽ പോകുമ്പോഴത്തെ എങ്ങനെയാണ് ജീപ്പും അങ്ങോട്ട് പോകാമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഒരു ഇതുമില്ലാതെ, പ്രത്യേകിച്ചും ആ കോൺഫിഡൻറ്റ് ഡ്രൈവർമാരെയും പിന്നെ സനൂപിൻ്റെയും അത് നമിക്കാതെ വലിയ. പിന്നെന്താ, ഡയറ്റ് പ്ലാന് ഇന്നു മുതൽ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യും. എൻ്റെ ഫാമിലിയിലും എൻ്റെ മക്കളെയും ഒക്കെ ഫോളോ ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അവരെത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കും. പിന്നെ കുറേ സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് നല്ല, അത് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാ വിധത്തിലും നല്ലൊരു
എനിക്ക് ആഗ്രഹം. അപ്പം അവർ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഇതൊക്കെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് കിട്ടിയതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒന്നുകൂടി അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനും കൂടി കിട്ടി. അതാണ് അതെല്ലാവർക്കും അത് ഇപ്രാവശ്യം വന്ന എല്ലാവർക്കും അത് ഫലപ്രദമാവട്ടെ എന്നുകൂടി പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 4 ദിവസം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് തന്നത്. കാരണം പലപ്പോഴും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ 3-4 ദിവസത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് തീർത്തും മറ്റ് ഉള്ള കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചൊരു കണ്ണു തുറക്കൽ പോലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഈ ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമ്പ് വളരെ ചുരുക്കി ഒരു 4 ദിവസത്തേക്കാക്കി ഒരു 7 ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനും വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് കിട്ടിയേനെ. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഞാനും വൈഫൊക്കെ എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. കാരണം ഈ ഫ്രൂട്ട് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പണിയൊക്കെ കുറഞ്ഞ് എല്ലാവർക്കും ഒരു റിലാക്സ് മോഡിലേക്ക് മാറിക്കൊണ്ട് നമ്മുടെ ജീവിത രീതിയെ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ക്യാമ്പിലൂടെ കിട്ടിയത്. പിന്നെ നേരത്തെ പറഞ്ഞ ട്രക്കിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ തോട്ടിൽ പോയിട്ടുള്ള കുളിയൊക്കെ തീർച്ചയായിട്ടും എനിക്കൊന്ന് എല്ലാ ക്യാമ്പ് അംഗങ്ങൾക്കും വളരെ നല്ലൊരു അനുഭവമായിട്ട് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഞാനൊരു ടീച്ചറാണെങ്കിലും എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം കൊണ്ട് തന്നെയാണ്. പിന്നെ എല്ലാതും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഭർത്താവ് പറഞ്ഞ പോലെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഏതായാലും വളരെ നല്ല അഭിപ്രായമാണ്. പുതിയ സഹോദരങ്ങളെ കാണാൻ പറ്റി. പിന്നെ ഒരു പുതിയ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്കത് എങ്ങനെയാണ് സാധിക്കുക, ഏതൊക്കെ രീതിയിൽ നമുക്കിപ്പോൾ ഒരു എന്താ ഒരു ഫോൾട്ട് സംഭവിച്ചാൽ ഭക്ഷണത്തിന് അത് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല, ഓരോ ഡിസീസിലും അത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കാര്യം സാർ നന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു. വളരെയധികം നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ഈ 4 ദിവസം വളരെ എൻജോയ് ചെയ്തു, വളരെ ഹാപ്പി ആയിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ട്രക്കിംഗ്, പുഴയിൽ കുളി, സൂപ്പർ ആയിരുന്നു. ഭക്ഷണത്തിന്റെ ക്ലാസ് കറക്റ്റ് ഐഡിയ കിട്ടിയില്ലേ എന്താണെന്നുള്ളത്? ഓക്കെ. അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലത് തന്നെയാണ്. മസ്റ്റായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 6 months വൺസ് ഇതുപോലെ സ്ഥലങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക, താമസിക്കുക, സ്ട്രെസ് ഫ്രീ ആകുക. 4 ദിവസം ശരിക്കും പറഞ്ഞാൽ മായിക ലോകത്ത് ഇത്തരം ക്യാമ്പുകൾ എൻ്റെ ആശയമായിട്ട് വളരെ പൊരുത്തപ്പെടുന്നത്. മാഷ് പറയുന്നതിന് മുമ്പേ തന്നെ കുറേയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചിരുന്നത് എന്ന് വെച്ചാൽ എല്ലാം ഇല്ല, എനിക്ക് പരിമിതിയില്ലല്ലോ. പിന്നെ ഏതായാലും പിന്നെ നന്നായിരുന്നു. ഇവിടെ വന്നവരെ എല്ലാവരുടെ മാനസികാവസ്ഥയും ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് എൻ്റെ അതേ ഒരു കാണുന്നത് മാഷടക്കം. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നും മഞ്ചേരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഞാനതൊരു ആദ്യം വൈഫോട് പറഞ്ഞപ്പോൾ എന്താ അവിടെ എന്ന് ചോദിച്ചിരുന്നു. നമുക്ക് നോക്കുക എന്ന് പറഞ്ഞു. ഞാനിവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്. ഒരുപാട് അത് 4 ദിവസം അല്ല, 1 മാസം 1.5 മാസം ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പോൾ പല സ്ഥലത്തും പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട്. പക്ഷേ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ അത് ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഭാഗമായിട്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഇതുവരെ രാവിലെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം കഴിക്കുക, രാത്രി കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ രാവിലെയും ഭക്ഷണം കഴിക്കുക. അതല്ല, ഈ ഭക്ഷണം കഴിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പം എന്താ മറ്റേ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞാൽ വട്ടത്തിൽ വരച്ചപ്പോഴാണ് മനസ്സിലായത്. അത് നല്ലൊരു അനുഭവമാണ്. എൻ്റെ ലൈഫിലും ഒരു നല്ല അനുഭവമായിട്ടാണ് ഈ 4 ദിവസം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അന്തരീക്ഷവും കാര്യങ്ങളുമാണ്. എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. അതെന്തായാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടും എൻ്റെ മറ്റുള്ള ആളുകളായിട്ടൊക്കെ ഞാൻ പങ്കുവെക്കും. എന്തായാലും സോനംജിക്ക് ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. സോനംജി ഈ ക്യാമ്പ് മുന്നോട്ട് പോകുമ്പോഴും ഇത് ക്യാമ്പിലേക്ക് ആളുകൾ വരുമ്പോഴേ ഇപ്പോൾ നമ്മൾ വന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ ഈ ക്യാമ്പ് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്.
പല ഭാഗത്തും തിരുവനന്തപുരത്തു നിന്നും വടകരയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കതിൽ ഈ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അത് ലെഫ്റ്റ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല അഭിപ്രായം പറയാനും എന്തായാലും സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ റെക്കമെൻഡേഷനാണ് ഈ ക്യാമ്പിൽ വരുന്നത്. അപ്പോൾ വരുമ്പോൾ വളരെയധികം എന്താ പറയുക ടെൻഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഈ പറഞ്ഞ ഓട്ടോ അതേപോലെ വണ്ടി ഡയറക്റ്റ് വണ്ടി കിട്ടിയില്ല, വേറെ വണ്ടി വന്നു, വേറെ വഴിക്കാണ് വന്നപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആയി. ഒരു ഫസ്റ്റ് 2 days ശരിയാണ്, ഫ്രൂട്ട്സ് ഓൺലി നമ്മുടെ സിറ്റുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആ ക്യാമ്പിൽ നിന്ന് വെളിയിൽ പോയിട്ട് നമ്മൾ ട്രക്കിങ് കുളിക്കില്ലാത്ത വലിയ ഗംഭീര കുളിയായില്ല. കാരണം വെള്ളം ഒഴുക്കില്ലാത്ത സ്ഥലം, ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ അത്ര ആയിരുന്നില്ല, എന്നാലും അതൊരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ ഈ ട്രക്കിങ്ങും അതേപോലെ കുളിക്കാൻ പോക്കും വേറെ ഡേയ്സിലാണെങ്കിൽ ഈ ക്യാമ്പിൻ്റെ ഒരു ആൾക്കാർക്ക് ഒന്നുകൂടി ആ ഒരു പുറത്തേക്ക് പോകാനുള്ള ഫീൽ. മറ്റേ തന്നെ ഫസ്റ്റ് 2 days നമ്മളെ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ട പോലെ പിള്ളേർക്ക് പോലും ഒരു മൂവ്മെന്റ് പുറത്തേക്ക് ഇല്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ ഒരു ട്രക്കിങ്ങും അല്ലെങ്കിൽ പല പല ഡേയ്സിലെ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ഇത് ഹെൽത്തിനെ കുറിച്ചുള്ളതാണ്. കണ്ടൻസും ക്ലാസ്സുകളൊക്കെ നന്നായിരുന്നു, എല്ലാം നല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇതേപോലെ സാറ് പറഞ്ഞ പോലെ എത്തിപ്പെടാനൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പം അതൊക്കെ എപ്പോഴും നല്ല ഞാൻ രണ്ടാമതും വരാൻ ആഗ്രഹിക്കുന്നു വിത്ത് ഫാമിലി, നോ ഡൗട്ട്. ആൻഡ് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ പേര് ബീന. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ ഡ്യൂറേഷൻ ഇത് ശരിക്കും ഒരു ക്യാമ്പിന് ഇത് മതിയാവില്ല എന്നൊരു തോന്നലുണ്ട്. ഒരു 5 days എങ്കിലും വെക്കുക. അതുപോലെ ഈ ക്ലാസ്സുകൾ ഒരു 1.5 മണിക്കൂറിനപ്പുറം തുടരാൻ പാടില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. എൻ്റെ ഫീലിംഗ് പറയുന്നതാണ്. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാലല്ലേ ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്കൊക്കെ തന്ന് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെ കൂടിയൊക്കെ ഒരു നടക്കാനുള്ള ഒരു സാഹചര്യം നമ്മളൊന്ന് ഇറങ്ങാനുള്ള നോക്കിയതാണ്, പക്ഷെ വഴിയൊന്നും അധികം കണ്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കങ്ങനെ ഒരു നടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എനർജറ്റിക് ആവും. വീണ്ടും ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ഇഫക്റ്റീവായിരിക്കും. അതൊരു കാര്യം. പിന്നെ ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ഇതുപോലെ പനീൻ്റെയൊക്കെ കാര്യം ഞങ്ങളൊന്നും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പനിക്കൊന്നും ഇതുവരെ ചികിത്സ എടുക്കലില്ല. ഈ സനൂപിൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ ധൈര്യത്തിൽ നിൽക്കണം. കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കും. ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. അതൊക്കെ നമുക്ക് സുഖമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ പറ്റും. ഏറെക്കുറെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് നല്ല ഒരു റിഫ്രഷിങ് ആയി ഈ കോഴ്സിന് വരല്. അതുപോലെ ട്രക്കിങ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിൽ, കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്ന് ഇനിയും ഇതുപോലെ ഒരു വർഷത്തിൽ ഒരു മിനിമം ഒരു തവണയെങ്കിലും ഒന്ന് എനർജൈസ്ഡ് ആവാൻ വേണ്ടി വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെ മനോഹരമായ, വളരെ സന്തോഷപരമായ നല്ല ഒരു അനുഭവമായിരുന്നു. അതിലുപരി പല ഡിസ്ട്രിക്റ്റിലുള്ള പല പുതുമുഖങ്ങളെ പരിചയപ്പെടാനും അവരോട് കുറച്ച് ദിവസങ്ങളിൽ സമ്പർക്കത്തിൽ പുലർത്താൻ സാധിച്ചതിലും വളരെ 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 അധികം ഞാൻ സന്തോഷിക്കുന്നു. എസ്പെഷ്യലി ഇന്ന് ടുഡേസ് ഗോയിങ് ടു ബി ഗ്രേഡ് മൈ ലൈഫ്. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളിൽ നമുക്ക് ഒരു എന്താണ് ഡോക്ടറായിട്ട് തന്നെ നമ്മുടെ ഒരു ഗൈഡൻസ് നൽകുന്ന നരേന്ദ്രനെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.